ജർമ്മനിയിലെ ബെർലിൻ ഫ്രൈ സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ മുഹമ്മദ് നിയാസ് അഷ്റഫിനെ ആദരിച്ചു. തനിമ കലാസാഹിത്യവേദി കായംകുളം ചാപ്റ്ററാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ജർമ്മനിയിലെ ബെർലിൻ ഫ്രൈ സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ മുഹമ്മദ് നിയാസ് അഷ്റഫിനെ ആദരിച്ചു. തനിമ കലാസാഹിത്യവേദി കായംകുളം ചാപ്റ്ററിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരവൊരുക്കിയത്. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. ജർമ്മനിയിലെ വിദ്യാഭ്യാസം എന്നുള്ളത് പറഞ്ഞാൽ വളരെ മികച്ച വിദ്യാഭ്യാസം എന്ന് മാത്രമല്ല, അത് പാസ്സാവണമെങ്കിൽ വളരെയധികം എഫേർട്ട് എടുക്കേണ്ട ഒരു വിദ്യാഭ്യാസ രീതി കൂടിയാണ്. നമ്മുടെ കോളേജിന്റെ ഒരു പ്രത്യേകത, നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കണം. കേരളത്തിലും മറ്റ് രാജ്യത്തെ പല സ്കൂൾ കോളേജുകളും ജർമ്മനിയിലൊക്കെ ഇങ്ങോട്ട് തരിക, നിയാസിന് ഇങ്ങോട്ട് കാശ് കൊടുക്കുന്നതായിരിക്കും ഞാൻ മനസ്സിലാക്കുക. നിയാസിന് ഇങ്ങോട്ടാണ് കാശ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. അപ്പൊ അത്രയ്ക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ അവിടെ പഠിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഫ്രീ യൂണിവേഴ്സിറ്റി നമ്മൾ പേരൊക്കെ എഴുതിയാലും ഫ്രീ ആയി നിന്നാലും ഇങ്ങോട്ട് കാശ് കിട്ടുക, ഇത് പറയുന്നത് കേട്ട് ആരും അങ്ങോട്ട് പോകണ്ടെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇപ്പൊ പോകുന്നവർ മൊത്തം പിന്നെ തിരിച്ചു വരുന്നില്ല. ഞാനിപ്പോ സർവ്വമത സമ്മേളനവുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലായിരുന്നു. വത്തിക്കാന്റെ പരിപാടിക്ക് പോയപ്പോൾ അതിനു മുമ്പ് പല സ്ഥലത്തും അതിന്റെ പ്രചരണം, ലോകത്തിന്റെ പല ഭാഗത്തും ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയി, ഈ ഒരു സന്ദേശം. അപ്പൊ അങ്ങനെ പോയപ്പോഴും എല്ലായിടത്തും മലയാളികളുണ്ട്. മലയാളിയെ തട്ടി പുറത്തിറങ്ങാൻ മേലാത്ത സിറ്റുവേഷൻ ആയിരിക്കും. ഞാൻ പറയുന്നത് നല്ല ഒരു കാര്യമാണെങ്കിൽ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷേ തിരിച്ചു വരണം. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല മുഖ്യാതിഥിയായി. AJ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ഹമീദ്, നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ്, N. സുകുമാരപിള്ള, B. അബിൻ ഷാ, ഷിഖ് P. ഹാരിസ്, AM കബീർ, S. ഉൽഫിക്കർ, ഫർസാന ഹബീബ്, ഷീജ റഷീദ്, ഷൈനി ഷിബു, നവാസ് മുണ്ടകത്തിൽ, അൻഷാദ് വാഹിദ, AP ഷാജഹാൻ, അഡ്വക്കേറ്റ് O. ഹാരിസ്, നാസർ പളനിലം, Y. ഇർഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.